ഹലോ ഫ്രണ്ട്സ്, ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനി സംവിധാനം ചെയ്തൊരുക്കിയ മാസ് ആക്ഷൻ സിനിമയായിരുന്നു മാർക്കോ. 30 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം ഇപ്പോൾ ഇതാ 24 ദിവസങ്ങൾ കൊണ്ട് 100 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രാക്കിംഗ് പേജുകൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 24 ദിവസം കൊണ്ടാണ് മാർക്കോ 100 കോടിയിലേക്ക് എത്തിയത്. കേരളത്തിൽ നിന്ന് 41 കോടി 80 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 14 കോടി 17 ലക്ഷം രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. ഇതുവരെയുള്ള സിനിമയുടെ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ 69 കോടി 47 ലക്ഷം രൂപയും ടോട്ടൽ ഓവർസീസ് കളക്ഷൻ 32 കോടി 30 ലക്ഷം രൂപയുമാണ്. 101 കോടി 77 ലക്ഷം രൂപയാണ് മാർക്കോ ഇതുവരെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. മലയാളത്തിൽ എ സർട്ടിഫിക്കറ്റിൽ വന്ന് 100 കോടി കളക്ഷൻ നേടിയെന്ന റെക്കോർഡും അതുപോലെ ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രം എന്ന സ്ഥാനവും മാർക്കോ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ OTT റിലീസ് ഫെബ്രുവരി മാസം മാത്രമേ ഉണ്ടാകുമെന്നും കൺഫേം ആയിട്ടുണ്ട്. 3 മലയാള സിനിമകളാണ് വരും ദിവസങ്ങളിൽ OTT റിലീസ് ആവാൻ പോകുന്നത്. ജോജോ ജോർജിൻ്റെ പണി എന്ന ചിത്രം നാളെ അർദ്ധരാത്രി സോണി ലൈവിലൂടെ OTT റിലീസ് ചെയ്യും. ക്രിസ്മസ് റിലീസായെത്തിയ റൈഫൽ ക്ലബ് എന്ന ചിത്രവും നാളെ അർദ്ധരാത്രി നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ആവുന്നുണ്ട്. അതുപോലെ നെസ്ലിൻ ഗ്രീഷേഡി കോംബോയുടെ അയാം കാതലൻ എന്ന ചിത്രം ജനുവരി 17-ന് മനോരമ മാക്സിലൂടെ പുറത്തുവരും. സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ വമ്പൻ വിജയമായിട്ട് മാറിയ സിനിമയായിരുന്നു ജയിലർ. ജയിലർ 2-ൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പ്രൊമോ വീഡിയോ കുറച്ചു മുമ്പ് പുറത്തു വന്നിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രൊമോ വീഡിയോ തന്നെയായിരുന്നു വന്നത്. VFX നീതി പുലർത്തിയില്ലെങ്കിലും വെറുമൊരു അനൗൺസ്മെൻറ്റ് പ്രൊമോ ആയതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ തലൈവർ BGM-ഉം സ്ക്രീൻ പ്രസൻസും ഒക്കെ ആയിട്ട് നല്ലൊരു പ്രൊമോ വീഡിയോ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. ജയിലർ 2-നായിട്ട് നമുക്ക് കാത്തിരിക്കാം.